നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഒരു 5 തരം ടോർട്ടിയ സാൻഡ്വിച്ചസും ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഇവിടെ ബുൾസൈയാണ്, അതൊന്ന് മറച്ചിട്ടെടുത്ത ബുൾസൈയാണ്, ഫ്രഞ്ച് ഫ്രൈസ്, നഗറ്റ്സ്, അല്പം സോസേജ്, ഇതെല്ലാമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഇത് കോണാണ്, കോൺ കുക്ക് ചെയ്തതാണ്, ലെറ്റ്യൂസ്, ക്യാരറ്റ്, പിന്നെ ഒരു 3 കളറിലുള്ള ക്യാപ്സിക്കം, ടൊമാറ്റോ, ഓണിയൻ, കുക്കുംബർ, ഇത്രയും കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇത് ടോർട്ടിയ ഷീറ്റാണ്, അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി ആദ്യത്തെ ഭാഗത്ത് നമുക്ക് കുറച്ച് മയണൈസ് പുരട്ടി കൊടുക്കാം. ഞാനിവിടെ ചില്ലി മയണൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. മയണൈസിൻ്റെ റെസിപ്പി ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ മുട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി, ക്യാരറ്റ്, കുക്കുംബർ ഇതെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സവോളയും ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റിലായിട്ട് ലെറ്റ്യൂസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അവസാനത്തെ പോർഷനിൽ ഞാൻ അല്പം ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് സാൻഡ്വിച്ച് ആക്കിയെടുക്കാം. ഈ രീതിയിലൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതേ രീതി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഇതേ രീതിയിൽ മറ്റുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഓരോന്നിലും ഞാൻ ഓരോ ഫില്ലിങ്ങാണ് വെക്കുന്നത്. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ പ്ലെയിൻ മയണൈസാണ് എടുത്തിരിക്കുന്നത്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ സാൻഡ്വിച്ച് ശരിയാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ നഗറ്റ്സ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് അനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. കുറച്ച് ചിപ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് അടുത്ത പോർഷനിൽ. പിന്നെ അവസാനമായിട്ട് ഞാൻ ഇതുപോലുള്ള ക്യൂബ് ചീസാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം അടുത്ത സാൻഡ്വിച്ച് റെഡിയാക്കാം. ഇതിൽ ഫസ്റ്റ് പോർഷനിൽ ഞാൻ പിസ്സ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിനടുത്തായിട്ട് കുറച്ച് കോൺ കൂടി, കുക്ക് ചെയ്ത കോണാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിൽ സോസേജ് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെജാണ് താല്പര്യമെങ്കിൽ സോസേജ് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ടൊമാറ്റോയും കുറച്ച് ക്യാപ്സിക്കവും ഒനിയനും എല്ലാം ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒലിവ്സ് ഉണ്ടെങ്കിൽ അതുകൂടി കൊടുക്കാവുന്നതാണ്. അവസാനത്തേതിൽ മൊസറല്ല ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പിസ്സ രീതിയിലാണ് ഈ സാൻഡ്വിച്ച് ശരിയാക്കുന്നത്. ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതിൽ ഞാൻ ചെയ്യുന്നത്, ഇത് എനിക്ക് കഴിഞ്ഞ ദിവസം വീട്ടിലുണ്ടാക്കിയ ബട്ടർ ചിക്കനാണ്. അതിൻ്റെ ബാക്കിയുണ്ടായിരുന്ന കറി വെച്ചിട്ട് അതിൻ്റെ ഗ്രേവി ഞാൻ ഫസ്റ്റ് പോർഷനിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലുള്ള ചിക്കൻ പീസസിൻ്റെ ഒന്ന് ഷ്രെഡ് ചെയ്തതിന് ശേഷം അതുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ചിക്കൻ കറിയോ അല്ല വെജിറ്റബിൾ കറിയാണെങ്കിൽ ഏത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് അല്പം കുക്കുംബറും ക്യാരറ്റും ഒണിയനും എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. അല്പം ടൊമാറ്റോ കൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. ഇനി അവസാനമായിട്ട് കുട്ടികളുടെയും എൻ്റെയും എല്ലാം വളരെ ഫേവറേറ്റായ സാൻഡ്വിച്ചാണ് നമ്മൾ ശരിയാക്കുന്നത്. അതിനായിട്ട്
ഫസ്റ്റ് പോർഷനിൽ അല്പം ന്യൂട്ടെല്ല പുരട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ് പോർഷനിൽ ഞാൻ കുറച്ച് പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്തതിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് തൂത്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ കാഷ്നട്ടും പിന്നെ കുറച്ച് കടലയുമാണ് എടുത്തിരിക്കുന്നത്. അവസാനമായി അല്പം മൊസറല്ല ചീസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചീസ് സ്പ്രെഡ് ഉണ്ടെങ്കിൽ അത് തൂത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ടോസ്റ്ററിൽ വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലെ പാനിൽ അല്പം ബട്ടർ പുരട്ടിയതിന് ശേഷം നമുക്ക് ഇതിൽ വെച്ച് കൊടുത്ത് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു വശമായി കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ രീതിയിൽ രണ്ട് വശവും നന്നായി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് അല്പം ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് ഞാൻ തൂവി കൊടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ എല്ലാ സാൻഡ്വിച്ചസും നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഈ രീതിയിലാണ് നമ്മുടെ സാൻഡ്വിച്ചസിൻ്റെ അകമിരിക്കുക. ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സാൻഡ്വിച്ചാണ് ഈ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന എല്ലാ സാൻഡ്വിച്ചസും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.